തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ ഭരണത്തിലെത്താമെന്ന് ഉറപ്പിച്ച UDF. ഭരണവിരുദ്ധ വികാരമാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമായതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. സർവേക്കും അപ്പുറമുള്ള ഫലം വരുമെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അവകാശവാദം. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അപ്രതീക്ഷിതമല്ല. പ്രചാരണത്തിലുടനീളം ദൃശ്യമായ ജനവികാരത്തിന്റെ പ്രതിഫലനം നിലയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ UDF വിലയിരുത്തുന്നത്. ഇന്നലെ എക്സിറ്റ് ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിവെക്കുന്ന എക്സിറ്റ് ഫലങ്ങളാണ്. അതിനെയും ഞങ്ങൾ വിലയിരുത്തുന്നു. ഏതായാലും ഈ ദിവസം വരെയായി ഇനി 4 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനെല്ലാവരും തയ്യാറാണ്. ജനവിധിയെ ഞങ്ങൾ മാനിക്കും. ജനവിധി UDFന് അനുകൂലമാകും. സർവേ ഫലങ്ങൾ കേവലം സൂചകങ്ങൾ മാത്രമാണെന്നും അതിനപ്പുറമുള്ള ഫലമുണ്ടാകുമെന്നും UDF നേതൃത്വം കരുതുന്നു. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ മുൻതൂക്കമുണ്ടെന്ന സർവേ ഫലങ്ങളെ UDF പരിഹസിച്ച് തള്ളുകയാണ്. അല്ല, പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കണ്ടേ. പാർട്ടി തോൽക്കുകയും മുഖ്യമന്ത്രിക്ക് മുൻതൂക്കം എന്ന് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല. എക്സിറ്റ് പോൾ ഫലം അനുകൂലമായതോടെ UDFൽ ഭരണം ഉറപ്പിച്ച മട്ടാണ്. 24 തിരുവനന്തപുരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.